ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ നോക്കാനുള്ള കരാർ കഴിഞ്ഞു അല്ലേ അമ്മാവ? കരയില്ലേ? നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടാകും, ഒരുപാട് സംഭവങ്ങളും ഉണ്ടാകും. പക്ഷേ ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിലിങ്ങനെ കുത്തി നിൽക്കും. അങ്ങനെ ഞാൻ മനസ്സിൽ കുത്തിവെച്ചിരിക്കുന്ന പേരാ നിത്യ. ഇവർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. അവര് ജീവിക്കുന്നതൊക്കെ ശരിയാ, മറ്റുള്ളവരൊക്കെ തെറ്റുവാ. ഹരിയേട്ടനും എന്റെ അച്ഛനും ഒന്ന് കൂടെ നിന്ന് കൊടുത്തപ്പോ നിത്യയ്ക്ക് അവള് ഭൂമിയിലെ മാലാഖേട്ടാ തോന്നിയത്. അതെന്തായാലും നന്ദിത മഹാദേവൻ തീർത്തു കൊടുക്കും, ആ ഉറപ്പ് എനിക്കുണ്ട്. അഡ്വക്കേറ്റ് നന്ദിത മഹാദേവൻ ഇന്ന് നിന്റെ അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. നന്നായി, ഇന്ന് തന്നെ പോകുന്നത് വളരെ നന്നായി. തോറ്റു നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഒരു മാനസിക ജയം ഉണ്ടാവുമല്ലോ മാഡത്തിന്. പക്ഷേ അവരെ വിളിപ്പിച്ചതിന്റെ ഉദ്ദേശം ഇപ്പോഴും വ്യക്തമല്ല. ഇനി തന്റെ അച്ഛൻ എന്തെങ്കിലും കുരുക്കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കുരുക്കഴിക്കാൻ ശേഷിയുള്ള ആളാണല്ലോ നമുക്ക് വേണ്ടി പോകുന്നത്. എനിക്കൊട്ടും പേടിയില്ല. അവിടെ നല്ലതേ സംഭവിക്കൂ. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. കയറിയിരുന്നോളൂ. ഇരിക്കൂ. അല്ല മുമ്പ് ഇവിടെ വന്നപ്പോഴേ അറിഞ്ഞിരുന്നില്ല നമ്മുടെ ആ ജീവന്റെ കേസില് നിങ്ങളാണ് ഹാജരാകുന്നത്. അല്ല, പുറമേ നിൽക്കുന്നവരൊക്കെ എല്ലാരും കൂടെ ഒരുമിച്ചാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. ലുക്ക്, എന്റെ പ്രൊഫഷനിൽ എനിക്ക് പല കേസുകളുമായി കോടതിയിൽ ഹാജരാകേണ്ടി വരും. എന്നെ വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കുന്നവർക്ക് വേണ്ടി ഞാൻ നന്നായിട്ട് വാദിക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. അതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, നിങ്ങളുടെ ജയം നിങ്ങൾ ആഘോഷിച്ചോ. പക്ഷേ വക്കീലന്മാര് പലപ്പോഴും വിജയം ആഘോഷിക്കുമ്പോൾ സത്യം അതിനകത്ത് എവിടെയെങ്കിലും തകർന്നടിഞ്ഞ് കിടപ്പുണ്ടാവും. ഇതൊക്കെ കോടതിയിൽ ഉണ്ടായ കാലം മുതലുള്ള പഴഞ്ചൊല്ലല്ലേ ഹരി? കമോൺ, നമുക്ക് ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാം. എന്നെ വിളിപ്പിച്ച കാര്യം. അല്ല, വിളിപ്പിച്ചത് കല്യാണി മോളുടെ കാര്യം പറയാനാ. ഈ കേസ് ഉണ്ടാവുന്നതും കുഞ്ഞ് കോടതി നിൽക്കുന്നതൊക്കെ ഭാവിയിൽ ആ കുഞ്ഞു മനസ്സിനെ ബാധിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലായി. ഇല്ലോടാ, അതുകൊണ്ട് കേസിനെങ്ങോട്ട് പിന്മാറാനാ ഞങ്ങളുടെ തീരുമാനം. കുഞ്ഞിനെ വിട്ടുതരാം, പക്ഷെ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്, പറയൂ. ഇത്രയും കാലം അവളെ വളർത്തിയ ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് കാണാൻ തോന്നുമ്പോഴൊക്കെ എന്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റണം. പിന്നെ ആ വീണയും ഹരി തമ്മില് ഇനിയും പിരിഞ്ഞിട്ടില്ലാത്തൊരു വിവാഹം ഉണ്ടല്ലോ. അവളിപ്പോ വേറൊരാളോട് ജീവിക്കുകയാണല്ലോ. ആദ്യം ഇവര് തമ്മിലുള്ള ബന്ധം ഒഴിയണമല്ലോ. അവൾക്കും അത് തന്നെയല്ലേ നല്ലത്.
അടുത്ത കാര്യം കുഞ്ഞിന്റെ സെക്യൂരിറ്റിയാ. വീണ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. ഇത്രയും കാര്യങ്ങൾ സമ്മതമാണോ? അതെ, സമ്മതമാണെങ്കിൽ അവർക്ക് 2 ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ കൊണ്ടുപോവാം. ഇല്ലയോടാ? പിന്നെ ഈ കേസ് ഏൽപ്പിച്ചവരെ കുഞ്ഞിനെ സ്നേഹിക്കാണെന്നല്ലോ കൊണ്ടുപോണത്. കൂട്ടത്തില് അവരോട് ഇത് കൂടെ ഒന്ന് പറഞ്ഞേക്കണം. അവളുടെ വാശി കഴിഞ്ഞെങ്കിൽ കുഞ്ഞിനെ മടുത്തേക്ക് അവളെ തിരിച്ചു വിട്ടേക്കണേ എന്ന്. എനിക്കിപ്പോ ഞാനായിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ വീണയും വിപിനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. എനിവേ, നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതിന് താങ്ക്സ്. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അല്ല, മാഡം 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 നേരത്തെ പറഞ്ഞു ജയമാണ് ഒരു വക്കീലിന്റെ വില നിശ്ചയിക്കുന്നതെന്ന്. പക്ഷെ ജയിക്കാൻ മാത്രം നോക്കുമ്പോ തോറ്റുപോകുന്നവരുടെ മനസ്സുകൂടി ഒന്ന് ആലോചിക്കാൻ പറ്റണം. അതാ മനുഷ്യത്വം. മോളെ നോക്കാനുള്ള കരാർ കഴിഞ്ഞു അല്ലേ അമ്മാവ? കരയില്ലേ അമ്മാവ? വിട്ടുകൊടുക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ അമ്മേ. അവന്റെ ജീവനാണ് ആ കുഞ്ഞ്. കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ അവൻ തീരുമാനിച്ചതുപോലും നിന്നോടുള്ള സ്നേഹം കൊണ്ട്. വീണയും വിപിനും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ഹരിയും അമ്മാവനും ഒക്കെ പേടിക്കുന്നുണ്ട്.